ജെറമ്യ പ്രവചനം 15:16. കർത്താവെ, അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവം തൻ്റെ ദൈവ പൈതങ്ങളെ നോക്കി സംസാരിച്ച വചനങ്ങളാണ്. നമുക്ക് പ്രത്യാശ തരുന്ന, സന്തോഷം തരുന്ന, ഹൃദയത്തിൽ ആനന്ദം തരുന്ന ദൈവത്തിൻ്റെ വചനം നാം ഇപ്പോൾ ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളുമായി വചനം പങ്കുവയ്ക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് പാമ്പളൻ അച്ഛനാണ്. അച്ഛന് വളരെ പ്രശസ്തനായ ഒരു ധ്യാനഗുരുവും അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ ഒരു ദൈവശാസ്ത്ര പണ്ഡിതനുമാണ്. നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. ഷാലോൺ ടി വിയിലെ പ്രേക്ഷകർക്കെല്ലാം വളരെ പരിചയമുണ്ട്. അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഹൃദയപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. അച്ഛനുടെ വചനം കേട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി തേടി ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. തിരുവചനത്തെ ഏറ്റവും അർത്ഥപൂർണമായി സ്വീകരിക്കുകയും പരിശുദ്ധാത്മശക്തിയാൽ വചനത്തിന് മാംസരൂപം നൽകുകയും ചെയ്ത പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട മകളായി ജീവിക്കുവാൻ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായി ഏറ്റവും മാതൃകാപൂർവമായ മാതൃത്വം ഞങ്ങൾക്ക് പകർന്നു തന്ന പരിശുദ്ധ കന്യക മറിയമേ, അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ രാത്രിയിൽ ലോകം എമ്പാടുമുള്ള ശാലോം പ്രേക്ഷകരോട് ചേർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്കറിയാം, ഈ നാളുകളെല്ലാം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുന്ന നാളുകളാണ്. ആഗസ്റ്റ് മാസം 15 നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അമ്മമാർ മാത്രം പ്രത്യേകമായി എടുക്കുന്നൊരു നോമ്പായിട്ടാണ് സഭാ പാരമ്പര്യത്തിലുള്ളത്. 8 നോമ്പ് അല്ലേ? സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെയുള്ളൂ. അപ്പന്മാർക്കും എടുക്കാവുന്നതാണ്, അമ്മമാർക്ക് മാത്രമായിട്ടത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഈ 8 നോമ്പ് ഇതെല്ലാം ഈ ആഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു, ഈ ജാഗരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചിന്തന വിഷയമാക്കാവുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനമാണ്. പരിശുദ്ധ അമ്മ നടത്തിയതായി പറയുന്ന ഏറ്റവും അർത്ഥവത്തായൊരു ദൈവസ്തുതിപ്പുണ്ട്. ലൂക്കാ സുവിശേഷം
1-ാം അധ്യായം 46 മുതൽ 55 വരെ തിരുവചനങ്ങൾ. അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അമ്മമാർ തീർച്ചയായും അതറിയുമെന്ന് എനിക്കറിയാം. എന്താ അതിന് പറയുന്ന പേര്? മാതാവിൻ്റെ സ്തോത്രഗീതം അല്ലേ? മാഗ്നിഫിക്കാത്ത് എന്നാണ് അതിന് ലത്തീൻ ഭാഷയിൽ, ഇംഗ്ലീഷിലും പറയുന്നത് അങ്ങനെയാണ്. മാഗ്നിഫിക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മാതാവ് ദൈവത്തെ വാഴ്ത്തുന്നു എന്ന അർത്ഥത്തിലാണ് ഈ മാഗ്നിഫിക്കാത്ത് എന്ന കീർത്തനം ഇവിടെ ബൈബിളിലുള്ളത്. നമുക്കറിയാം എന്താണ് ഈ മാതാവിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മാതാവ് വിശ്വാസത്തിൽ ശരിക്കങ്ങ് വളർന്നു. നമ്മളൊന്നും എത്ര വളർന്നിട്ടും എങ്ങും എത്തുന്നില്ല അല്ലേ? നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുക. പണ്ട് ഏതോ ചിന്തകൻ പറഞ്ഞതുപോലെ, ഒരു കഴുതയെ കൊണ്ടുപോയി ലോകത്തെ ഏറ്റവും നല്ല ലൈബ്രറിക്കകത്ത് 10 കൊല്ലം കെട്ടിയിട്ടാൽ അത് ഈ പുസ്തകം വെറുതെ കാണുന്നതല്ലാതെ പുസ്തകം ചിലപ്പോൾ തിന്നെന്നിരിക്കും. എന്നാൽ അതിന് വല്ല വിവരം ഉണ്ടാവുമോ? ഇല്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന പള്ളിയുടെ തട്ടുംപുറത്ത് എലി കയറിയിരിക്കും അല്ലേ? ഒരുപാട് എലികളുണ്ട്. ഈ നമ്മൾ കണ്ടതിനേക്കാളും കുർബാന എലി കണ്ടിട്ട് കാണും. ഈ എലിക്ക് എന്തെങ്കിലും മാനസാന്തരമോ മാറ്റമോ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലേ. അത് എലിയായിട്ടും കഴുതയായിട്ടും ഇരിക്കുന്നു. കാരണം അത് കണ്ടതും കേട്ടതും ഒന്നും അതിനെ സ്വാധീനിക്കുന്നില്ല. അവയെ സ്വാംശീകരിക്കാൻ ഈ പറഞ്ഞ ജീവികൾക്ക് കഴിയുന്നുമില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ വസ്തുത അല്ലേ? പലപ്പോഴും നമ്മൾക്കുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രയോ ജാഗരണ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു, എത്രയോ വട്ടം വചനം കേൾക്കുന്നു, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നു, എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ വഞ്ചി പിന്നെയും തിരുനക്കര തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? നാട്ടുകാർ പറയുന്നൊരു ഭാഷയാണ്. ഞങ്ങൾ പണ്ട് ജന്മന പാലക്കാരായതുകൊണ്ടാണ് കോട്ടയം പ്രദേശത്തെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു. ഒരു കുടിയൻ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി വഞ്ചിയെ കയറിയിരുന്ന അയാൾ രാവെളുക്കോളം തുഴഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നേരം വെളുത്ത് നോക്കുമ്പോൾ ഇതാ വഞ്ചി ഇവിടെ തന്നെ നിൽക്കും. എന്തതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കെട്ടഴിച്ചു വിട്ടില്ല. വഞ്ചി കരയെ കെട്ടിയിട്ടേക്കുവാണ്. കെട്ടഴിച്ചു വിടാത്തത് കൊണ്ട് എത്ര തുഴഞ്ഞിട്ട് ഒരു മാറ്റവും. നമ്മളും ആധ്യാത്മികതയിൽ മുന്നേറാത്തതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മളും ഇങ്ങനെ പലതിനോടും കെട്ടിയിട്ട് ഭയങ്കര തുഴച്ചിലൊക്കെ നമ്മൾ തുഴയുന്നുണ്ട്, പക്ഷേ നമ്മൾ മുന്നേറുന്നില്ല എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ്. പരിശുദ്ധ അമ്മയാകട്ടെ തന്നെ ദൈവത്തോട് മാത്രം ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാനൊരു വിമാനയാത്രയ്ക്കിടയിൽ ഒരു മദാമ്മ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഈ മദാമ്മ, ഞാനിങ്ങനെ ഈ യൂറോപ്പിലെ അച്ഛന്മാരിടുന്ന കൂട്ടൊരു വെള്ള കോളറുള്ള ഷർട്ട് ഇട്ടുകൊണ്ടായിരിക്കും. അപ്പം മദാമ്മയ്ക്ക് അറിയാം ഞാൻ അച്ഛനാണെന്നറിയാം. മദാമ്മ ആദ്യം കണ്ട്, സാധാരണഗതിയിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് മദാമ്മയെ ഞാൻ സ്വാഗതം ചെയ്തു. മദാമ്മ പക്ഷേ ഒരു മൈൻഡും ചെയ്യാതെ കുറേ നേരം ഇരുന്നു. കുറേ നേരം കഴിഞ്ഞ് ആ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്. ഓ, നീ ഒരു കത്തോലിക്ക വൈദികനാണോ? എൻ്റെ വേഷം കണ്ടിട്ട് മദാമ്മ രൂക്ഷമായി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു കത്തോലിക്ക വൈദികനാണ്. മദാമ്മ പറഞ്ഞു, ഐ ഹേറ്റ് ദിസ് കാത്തലിക് ചർച്ച്. ഞാൻ ഈ കത്തോലിക്ക സഭയെ വെറുക്കുന്നു. എന്താണാവോ അതിന് കാരണം? ഞാൻ വളരെ ഭവ്യതയോട് ചോദിച്ചു. മദാമ്മ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു നിലയും വിലയും കൽപ്പിക്കാത്ത സഭയാണ്. കേടത്തി വളരെ രൂക്ഷവും രോഷം കലർന്നതുമായ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അതെന്നെ അങ്ങനെ പറയുക? ഏതെങ്കിലും പെണ്ണിനെ ഈ സഭയിൽ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. കൊള്ളാവുന്ന പെണ്ണുങ്ങളെ എല്ലാം ഈ സഭയിൽ അംഗീകരിച്ചിട്ടുണ്ട്.
ഒരെണ്ണം പറയാവോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു പറയാം. പരിശുദ്ധ റോമാ മാർപ്പാപ്പ തൊട്ട് സഭയിലെ മുഴുവൻ കർദിനാളന്മാരും മെത്രാന്മാരും അച്ചന്മാരും മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സ്ത്രീ ഈ സഭയിലുണ്ട്. ആരാണത്? പരിശുദ്ധ കന്യകാമറിയം, അല്ലേ? ദൈവത്തിൻ്റെ അമ്മ എന്ന ഒരു വിളിപ്പേര് പരിശുദ്ധ സഭയിൽ മറിയത്തിന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നമ്മളിങ്ങനെ മീശയും കൊണ്ട് നടന്നെങ്കിലും ദൈവത്തിൻ്റെ അപ്പൻ എന്ന ഒരു സ്ഥാനം ലോകത്ത് ഒരു പുരുഷനും ഇല്ല, അല്ലേ? ഒരു പുരുഷനും ഇല്ലാത്ത സ്ഥാനമാണ് ദൈവം അമ്മമാരായ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ കരുതി വെച്ചത്. ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള വിളി എന്ന് പറയുന്നു. അതുകൊണ്ട് സ്ത്രീക്ക് സഭയിൽ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയിലെ ഏറ്റവും സമുന്നതമായ സ്ഥാനം മിശിഹാ തമ്പുരാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാണ്? ഒരു സ്ത്രീക്കാണ്. അതാരാണ്? ശുദ്ധമാന കന്യാസ്ത്രീ മറിയം. അപ്പോൾ നോക്കിയേ, ഈ മദാമ്മ ചൂടായത് വെറുതെ അല്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ മദാമ്മ പറഞ്ഞു, കാര്യമൊക്കെ ശരിയായിരിക്കുക, എന്നാലും എനിക്ക് നിങ്ങളെ അങ്ങ് പിടിക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, അത് മദാമ്മയുടെ ഇഷ്ടം, എനിക്ക് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പറ്റും ഇല്ല. അവർക്ക് മനസ്സുണ്ട്, ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ച് കണ്ണു അടച്ചിരുന്നു. മദാമ്മ മറ്റ് പ്രശ്നങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാതെ. ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ സ്തോത്രഗീതം, ഈ സ്തോത്രഗീതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഒരു വിശ്വാസിക്ക് വളർന്നെത്താവുന്ന ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ പരകോടിയിലെത്തിയ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് നമ്മൾ ഈ സ്തോത്രഗീതത്തിൽ കാണുക. ഈ സ്തോത്രഗീതം നിങ്ങൾക്കറിയാം, ഇത് പഴയ നിയമത്തിലെ 2 കീർത്തനങ്ങൾ ചേർത്ത് വിശുദ്ധ ലൂക്കാ രചിക്കുന്ന സ്തോത്രഗീതമാണ്. അല്ലെങ്കിൽ പഴയ നിയമ രചനകളെ ഹൃദയത്തിൽ സ്വീകരിച്ചും അത് ഉച്ചരിച്ചും പാടിയും വളർന്ന പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ ഈ 2 കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഏതൊക്കെയാണ് 2 കീർത്തനങ്ങൾ എന്ന് നിങ്ങൾക്ക് ബൈബിൾ പരിചയമുള്ളവർക്കറിയാം. ഒന്ന് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള ഒരു കീർത്തനമുണ്ട്. ആരുടെയാണ് ആ കീർത്തനം? സാമുവേലിൻ്റെ അമ്മ. ആരാണത്? ആരോ ഒരു അമ്മ അല്ലേ? ഹന്ന. യെസ്, സാമുവേലിൻ്റെ അമ്മ ഹന്നായുടെ കീർത്തനമുണ്ട്. അത് ഒരു പുത്രൻ്റെ ജനനത്തിലുള്ള സന്തോഷ വാർത്തയാണ് ആ കീർത്തനത്തിന് ആധാരവും നിങ്ങൾക്കറിയാം. രണ്ടാമത് മറ്റൊരു കീർത്തനവും കൂടിയുണ്ട്. അത് മറ്റൊരു സ്ത്രീയുടെ കീർത്തനമാണ്. അത് യൂദിത്ത് എന്ന് പറയുന്ന ഒരു ചേടത്തിയാരുണ്ട്. ഈ യൂദിത്ത് പുള്ളിക്കാരി എന്നാ ചെയ്തത്? ഒരു രാജാവിനെ പോയി കൊന്നു. ചേടത്തിമാര് ആള് ഭയങ്കരികളാണ് അല്ലേ? ചില്ലറ ആളുകളൊന്നുമല്ല. ഒരു സൈന്യാധിപന് ഹോളോഫർണസ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ അന്തകനായി വന്ന ഒരു രാജാവിനെ പോയി കഴുത്തറത്ത് കൊന്നു. ആ യൂദിത്ത് ഇസ്രായേലിന് രക്ഷ നേടിത്തന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കീർത്തനമുണ്ട്. യൂദിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 കീർത്തനങ്ങളും ചേർത്താണ് എന്തുള്ളത്? മാതാവിൻ്റെ ഈ സ്തോത്രഗീതം സുവിശേഷത്തിൽ നമ്മൾ കാണുക. അതായത് ഈ 2 കീർത്തനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മാതാവ് പുതിയതായിട്ടൊന്നും പറയുന്നില്ല. ഈ 2 സ്തോത്രഗീതങ്ങളിലും ഈ പുത്രൻ്റെ ജനനത്തിലും ദൈവമൊരുക്കിയ രക്ഷയിലും സന്തോഷിക്കുന്ന അനുഭവങ്ങളെ സമാഹരിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഈ സ്തോത്രഗീതം ആലപിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ്റെ 1-2 അധ്യായങ്ങൾ മുഴുവനും കീർത്തനങ്ങളാണ് അല്ലേ? ഈശോ വരുന്നതിൻ്റെ വലിയ സന്തോഷം അറിയിക്കാൻ ആദ്യം ഏലീശ പുണ്യവതിയുടെ കീർത്തനം,
രണ്ടാമത് മറിയത്തിൻ്റെ കീർത്തനം, മൂന്നാമത്തെ കീർത്തനം ആരുടെയാണ്? മാതാവ് എന്ന് പറയുന്നതാണ് ഈ മറിയം. മൂന്നാമത്തെ കീർത്തനം പാടുന്നത് സക്കറിയ പാടുന്നു, സ്നാപകന്റെ ജനനത്തിൽ. നാലാമത്തെ കീർത്തനം ശെമയോൻ യേശുവിനെ കരങ്ങളിലെടുത്ത് കീർത്തിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാലാഖയുടെ കീർത്തനമുണ്ട് അല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ലൂക്കാ സുവിശേഷം മുഴുവനും വലിയ പാട്ടുകുർബാന പോലെ ആഘോഷമായിട്ടാണ് ആദ്യത്തെ 2 അധ്യായങ്ങൾ മിശിഹാ തമ്പുരാൻ ജനിക്കുന്നതിൻ്റെ സന്തോഷമാണ് അവിടെ പങ്കുവയ്ക്കുക. ശരി, ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ ക്രിസ്തീയ ദർശനങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ആധ്യാത്മികതയിൽ മുന്നേറേണ്ടത്, അഥവാ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലങ്ങൾ ഏതൊക്കെ എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സ്തോത്രഗീതത്തിൽ. സ്തോത്രഗീതത്തിൻ്റെ ആദ്യ വാക്യം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. എൻ്റെ ചിത്തം എന്നോ ഹൃദയം എന്നോ അതിനെ വിവർത്തനം ചെയ്യാവുന്നു. എൻ്റെ അന്തരംഗം ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതാണ് മറിയം ആദ്യമായി പറയുന്ന വാക്യം. ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലേ? ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ, പല ചേട്ടന്മാർക്കും ആനന്ദിക്കണമെങ്കിൽ ഒരു 2 പെഗ്ഗെങ്കിലും വേണ്ടവരുണ്ട്. നിങ്ങളല്ല, നിങ്ങൾ വളരെ ശുദ്ധാത്മാക്കളാണ് എന്നെനിക്കറിയാം. അതായത് മനുഷ്യൻ പലപ്പോഴും സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? വലിയൊരു ജോലി തീർന്നു ഉടനെ പഠിക്കുന്ന പിള്ളേര് പരീക്ഷ കഴിഞ്ഞു, ഇനി ഞങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലേ? സെമിനാരിയിലെ ചെമ്മാശന്മാരടക്കം പറയും എല്ലാ പരീക്ഷയും കഴിഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊരു സിനിമ കാണാം അല്ലേ? അതായത് മനുഷ്യർ സന്തോഷിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ സന്തോഷം ബാഹ്യമായതിലാണ് പലപ്പോഴും. എന്താണ്? വലിയൊരു ജോലി തീർന്നു, അതുകൊണ്ട് സിനിമ കാണാൻ പോകും. ചേട്ടന്മാർ പറയുന്നു നല്ല ഒരു ജോലി പൂർത്തിയാക്കി, അതുകൊണ്ട് ഇന്ന് പുറത്തു പോയി നല്ലൊരു ഭക്ഷണം കഴിക്കാം അല്ലേ? മദ്യപിക്കാത്തവർ പോലും പുറത്തു പോയി ഭക്ഷണം കഴിച്ച് ആനന്ദം ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നറിയാം അല്ലേ? വേറെ ചിലർ പറയും ഞാനിനി 2 ദിവസത്തേക്ക് ഒന്നും ചെയ്യരുത്, ചുമ്മാ കിടന്ന് ഉറങ്ങി ആനന്ദിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന മനുഷ്യരുണ്ട് അല്ലേ? നമ്മളെല്ലാം ആനന്ദിക്കാൻ വ്യത്യസ്തങ്ങളായ വഴികൾ തേടുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ വളരാത്തതിൻ്റെ കാരണങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം നമ്മൾ പറയും. ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുക, അതാണ് വിശ്വാസി രക്ഷയുടെ മാർഗം എന്ന് നീ തിരിച്ചറിയുക. പരിശുദ്ധ അമ്മ എങ്ങനെ ദൈവത്തിൻ്റെ അമ്മയായി വളർന്നു എന്നതിൻ്റെ ഉത്തരമാണ് സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരിക. അവൾ സന്തോഷിച്ചത് അത്രയും ആരിലായിരുന്നു? ദൈവത്തിലായിരുന്നു. ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും. മനുഷ്യൻ പാപത്തിലാണ് ഇന്ന് മനുഷ്യൻ സന്തോഷിക്കും. മനുഷ്യന്റെ സന്തോഷം മുഴുവൻ പാപത്തിലാണ്. പാപത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ള സത്യം ഇല്ലേ? വെറുതെ നമ്മുടെ നാട്ടിലെ മദ്യപാനത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. സന്തോഷത്തിന് വേണ്ടി ചേട്ടൻ എല്ലാ വിഷമവും മറക്കാൻ വേണ്ടി പോയി മദ്യപിക്കും. മദ്യപാനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്റെ ആരോഗ്യം കളയുന്നു, സമ്പത്ത് കളയുന്നു, അഭിമാനം കളയുന്നു, കുടുംബം തകർക്കുന്നു. ഈ മദ്യപിച്ചിട്ട് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളതും സത്യം. ഇതെല്ലാം അറിയാമായിട്ടും മനുഷ്യ നീ എന്തുകൊണ്ട് വീണ്ടും 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 മദ്യപിക്കുന്നു എന്ന് ചോദിച്ചാൽ നീ ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കാത്ത. ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കാത്ത മനുഷ്യൻ തിന്മയുടെ പിന്നാലെ സന്തോഷിച്ച് നടക്കും. കാരണം എന്താ? ഒരു മനുഷ്യന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്?
അവൻ സന്തോഷത്തിന് വേണ്ടി ഇതര വഴികളെ അന്വേഷിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18 മുതൽ 32 വരെ വാക്യങ്ങളിൽ പൗലോസ്ലീഹ വലിയൊരു രഹസ്യം പറഞ്ഞു വയ്ക്കി. പാപത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ്ലീഹ 28-ാം വാക്യം എത്തിയപ്പോൾ പറഞ്ഞു വെച്ചു, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതി, അതുകൊണ്ട് അവർ എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി എന്ന്. ദൈവത്തെ അംഗീകരിക്കുന്നത് ഏതൊരു ജനമാണോ, ഏതൊരു വ്യക്തിയാണോ പോരായ്മയായി കരുതിയത്, അവർ എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത മനുഷ്യൻ മറ്റ് തിന്മകളുടെ മാർഗങ്ങൾ തേടി പോകുന്നു എന്നുള്ള സത്യം അല്ലേ? മറ്റ് തിന്മകളുടെ മാർഗങ്ങൾ തേടി പോകുന്നു. 1950-കളിൽ യൂറോപ്പിൽ ഒരു വലിയ പ്രതിഭാസമുണ്ടായി, ലൈംഗിക വിപ്ലവം എന്ന് പറയുന്ന ഒരു വിപ്ലവം. ദൈവമൊന്നുമില്ല, മനുഷ്യൻ ആത്മാവില്ല, മനുഷ്യൻ എന്ന് പറയുന്ന വെറും ശരീരം മാത്രം. ശരീരത്തെ സുഖിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അതിന് ഏറ്റവും നല്ല മാർഗം കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് എന്ന് പറഞ്ഞു. മനുഷ്യൻ ആ രീതിയിൽ ജീവിക്കാനും തുടങ്ങി. അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഹിപ്പി പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രായമായെങ്കിലും ഓർക്കുന്നുണ്ട് ഹിപ്പികൾ. ഹിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇച്ചിരി മുടി നീട്ടി വളർത്തി എന്നുള്ളൊരു അർത്ഥത്തിലാണ് പൊതുവെ പറയുക. പക്ഷേ ഈ ഹിപ്പി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈംഗിക വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ പതിപ്പായിട്ട് രംഗപ്രവേശം ചെയ്തു. അതായത് സമൂഹം നല്ലത് എന്ന് പറയുന്നതിനെല്ലാം വിരുദ്ധമായിട്ട് ജീവിക്കുക. തുണി അലക്കി നടക്കുന്നത് നല്ലതാണെന്ന് സമൂഹം പറയുമ്പോൾ ഹിപ്പികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ അലക്കിയല്ല. അവരലക്കിയല്ല. കുളിച്ച് മെനയായിട്ട് നടക്കണമെന്ന് സമൂഹം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ല, ഞങ്ങൾ കുളിക്കുകയല്ല, രാവിലെ എഴുന്നേറ്റ കുഞ്ഞെ നീ പല്ല് തേക്കണം എന്ന് സമൂഹം പറയുമ്പോൾ ഇവൻ പറഞ്ഞു എന്നാ, ജന്മം ചെയ്താൽ ഞാൻ പല്ല് തേക്കാൻ പോകുന്നു. അതായത് നാളിതുവരെയും സമൂഹം ശരിയെന്ന് പറഞ്ഞതിന് വിരുദ്ധമായ ജീവിതമാണ് ഇവർ നയിച്ചു പോകുന്നത് അല്ലേ? ദൈവം തന്നൊരു ജീവിത പങ്കാളി നിനക്കൊണ്ട്, ആ ജീവിത പങ്കാളിയോട് മരണം വരെയും വിശ്വസ്തത പുലർത്തി ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിനു മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ കുടുംബജീവിതം നയിക്കണം എന്ന് സഭയും സമൂഹവും നമുക്ക് പറഞ്ഞു തന്നു. ഇവരെന്നെ പറഞ്ഞു? ഞങ്ങൾ ഒരു ബന്ധത്തിനും തയ്യാറല്ല, ഒരു ചേടത്തിയെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് സ്ത്രീയെ മതി, കുടുംബം വേണ്ട, ഞങ്ങൾക്ക് സ്ത്രീയെ മതി, ഭാര്യയെ വേണ്ട. ഈ ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ 1967 അന്നത്തെ മാർപ്പാപ്പ പോളാറാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതി. അതിൻ്റെ പേര് ഹ്യൂമാനെ വീത്തെ എന്നാണ്, മനുഷ്യ ജീവൻ എന്നൊരു ചാക്രിക ലേഖനം. ആ ചാക്രിക ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അല്ലയോ മക്കളെ, നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് ഒരേ ഒരു ജീവിത പങ്കാളിയേ പാടുള്ളൂ. ഉടനെ ഈ വിപ്ലവകാരികളെല്ലാം കൂടെ മാർപ്പാപ്പായെ ചീത്ത വിളിച്ചു. മാർപ്പാപ്പായെ അങ്ങേയറ്റം താറടിച്ച് തെരുവിൽ മുദ്രാവാക്യം മുഴക്കിയവർ. അവർ വിളിച്ചത് ഇങ്ങനെയാണ്, പോപ്പ് ഷാൽ നോട്ട് പീപ്പ് ഇൻ ടു അവർ ബെഡ്റൂംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, മാർപ്പാപ്പ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കരുത്, കുനിഞ്ഞു നോക്കണ്ട, ഞങ്ങളുടെ കൂടെ ആരാ ഉള്ളതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, മാർപ്പാപ്പ അത് തീരുമാനിക്കണ്ട എന്നാണ് ഇവർ പറഞ്ഞു വെച്ചു. ദൈവമേ, ഭയങ്കര റാലികളും പ്രകടനങ്ങളും എല്ലാം നടത്തി. മാർപ്പാപ്പായെ ചീത്ത വിളിച്ചാൽ തിന്മ നന്മയാവുമോ? എന്താ സംഭവിച്ചത്? 20 കൊല്ലം കഴിഞ്ഞു, 967 കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ നേതാക്കന്മാരും ന്യൂയോർക്കിൽ
ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് ഒന്നിച്ചു കൂടിയിട്ട് അവര് ലോകത്തെ തുറിച്ചു നോക്കുന്നൊരു മഹാമാരിയെ അതിജീവിക്കാനുള്ള വഴി എന്താണ് എന്ന് തലപുകഞ്ഞാലോചിച്ചു. എന്താണ് ആ മഹാമാരി? എയ്ഡ്സ്. ഇല്ലേ? ലൈംഗിക വിപ്ലവം പറഞ്ഞവര് പറഞ്ഞു പെണ്ണ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പുരുഷന്, അല്ലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്ത്രീക്ക് സ്ത്രീ മതി, പുരുഷന് പുരുഷൻ മതി. സ്വവർഗഭോഗത്തിന്റെ ജീവിത ശൈലികൾ, കുത്തഴിഞ്ഞ ധാർമ്മികത എവിടെ ചെന്നു? എയ്ഡ്സ് എന്ന മഹാമാരിക്ക് മുമ്പിൽ നിന്ന് ലോകം പകച്ചു നിന്ന ലോകത്തിന് ലോക നേതാക്കൾ ഒരു മുദ്രാവാക്യം കണ്ടെത്തി കൊടുത്തു. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ, അതുകൊണ്ട് ഒരേ ഒരു ജീവിത പങ്കാളി, വിശ്വസ്തതയുടെ ദാമ്പത്യം, എയ്ഡ്സിനെ അകറ്റൂ. ഈ വാക്യങ്ങൾ ആരുടേതായിരുന്നു? പോളാറാമൻ മാർപ്പാപ്പ എഴുതി വെച്ച വാക്കുകളായിരുന്നു. അല്ലേ? ഏതൊരു ചാക്രിക ലേഖനത്തെ ലോകം വെറുത്തോ, ആ ചാക്രിക ലേഖനത്തിൽ അവസാനം ലോകം രക്ഷാമാർഗം കണ്ടെത്തി എന്നത് ചരിത്രത്തിൻ്റെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പരിശുദ്ധ അമ്മ പറയുന്ന സത്യവത, അല്ലയോ മനുഷ്യ, നീ ദൈവത്തിലല്ലാതെ മറ്റേതൊന്നിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും നീ നശിക്കും. അല്ലേ? കാരണം ഒരു കാറ് നിർമ്മിക്കുമ്പോൾ ഈ കാറ് നിർമ്മിച്ച അതിൻ്റെ ഉപജ്ഞാതാക്കള് നിർവചിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഏത് തരം ഇന്ധനമാണ് ഒഴിക്കേണ്ടത്. ഈയിടെ ഞങ്ങൾ 2 അച്ഛന്മാർ വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കുക, അച്ഛൻ അടുത്ത് വരും. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്രോൾ തീർന്നപ്പോൾ ഞങ്ങൾ ഒരു പമ്പിൽ കയറ്റി 1000 രൂപയുടെ എണ്ണ അടിക്കണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഇതിനകത്തേക്ക് ഇത് നിറച്ചും തന്നു. അയാൾ അടച്ച് കൊട്ടിക്കഴിഞ്ഞപ്പോൾ 1000 രൂപയും കൊടുത്ത് ഞങ്ങൾ പോയി. ഒരു 100 മീറ്റർ അങ്ങ് നീങ്ങിയപ്പോഴത്തേക്ക് ഇതാ വണ്ടി ആക്സിലേറ്റർ ചവിട്ടിയിട്ടും വണ്ടി നീങ്ങുന്നില്ല. ഇതെന്നാണാവോ കാര്യം? അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം പറ്റി. ഒരു കുഴപ്പമില്ലാതെ ഇതുവരെ ഓടി വന്ന വണ്ടിയാണല്ലോ, എന്തോ പ്രശ്നം പറ്റി. എന്താണ്? ആലോചിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ, ആ പെട്രോൾ പമ്പിലെ ജോലിക്കാരൻ എൻ്റെ വണ്ടിക്കകത്ത് അടിച്ചേക്കുന്നത് ഡീസലാണ്. എൻ്റെ വണ്ടി പെട്രോൾ അടിക്കേണ്ടതിന് വരെ അതിനകത്ത് കൊണ്ട് ഈ മനുഷ്യൻ ഡീസൽ ഒഴിച്ചു വെച്ചു. കാര്യം 2 എണ്ണയാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ നിർമ്മാതാവ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വണ്ടി ഏതൊഴിച്ചാലേ ഓടുള്ളൂ, പെട്രോൾ ഒഴിച്ചാലേ ഓടുള്ളൂ. അതിനകത്ത് കൊണ്ട് ഡീസൽ ഒഴിച്ചാൽ വണ്ടിയുടെ എൻജിൻ തകരാറിലാണ്. അല്ലേ? മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നീ മുന്നോട്ട് നേരെ ചൊവ്വേ ഓടണമെങ്കിൽ നീ സ്വീകരിക്കേണ്ട ഇന്ധനവും ഊർജവും ആരുടേതാണ്? ഒടേ തമ്പുരാന്റേതാ. കാരണം നിന്നെ സൃഷ്ടിച്ചത് അവനാ, നിനക്ക് രൂപം കൽപ്പിച്ചത് അവനാ. നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും രൂപപ്പെടുത്തിയത് അവനാണ്. നിനക്കായി പദ്ധതി തയ്യാറാക്കിയത് അവനാണ്. അതുകൊണ്ട് നിന്റെ യാത്ര സുഗമമാകണമെങ്കിൽ നീ സ്വീകരിക്കേണ്ട ഊർജം എവിടെ നിന്നായിരിക്കണം? ദൈവത്തിൽ. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തരിക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. ദൈവത്തിൽ ആനന്ദിക്കാതെ ആനന്ദത്തിന് വേണ്ടി ഇതര മാർഗങ്ങൾ തേടിയ എല്ലാ മനുഷ്യർക്കും സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് ഇതാണ്. എപ്പിക്യൂരിയന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടായിരുന്നു, ഗ്രീക്കുകാരന്മാരായിരുന്നു. ഇവർ പറഞ്ഞു തീറ്റ അതാണ് മനുഷ്യജീവിതത്തിന് ആനന്ദം തരുന്ന ഒരേ ഒരു കാര്യം. അല്ലേ? നമ്മൾ പുരുഷന്മാർക്ക് പൊതുവെ സന്തോഷമുള്ളൊരു കാര്യമാണ് തീറ്റ, ഭക്ഷിക്കുക. ഇവന്മാർ പറഞ്ഞു ഒരുപാട് തിന്നുക, പക്ഷെ വയറിനൊരു പരിമിതിയുണ്ട്. കുറെ കഴിയുമ്പോൾ ഏമ്പക്കം വിടും, പിന്നെ തിന്നാൻ പറ്റാണ്ടാവും. അവന്മാർ പറഞ്ഞു അപ്പോഴെന്ത് ചെയ്യണം? അതുവരെയും തിന്നത് അണ്ണാക്കിലേക്ക് വിരലിട്ട് അത് ഛർദ്ദിച്ച് കളയുക, പിന്നെയും കൊണ്ടുപോയി തിന്നുക. ഇതായിരുന്നു ഈ എപ്പിക്യൂരിയൻ ചിന്താഗതികൾ. ഇവരിങ്ങനെ ഒരു 10-15 കൊല്ലം തിന്നു നോക്കി. ഉടനെ എല്ലാം ഓരോ രോഗം പിടിച്ച് മരിച്ചുപോയി.
തീറ്റ മാത്രമാണ് ശരണം എന്ന് വെച്ചവർ മരിച്ചു പോകുന്നു. ലൈംഗികതയാണ് സന്തോഷമാർഗം എന്ന് കരുതിയവർക്ക് ദുരന്തമുണ്ടാകുന്നു. മദ്യമാണ് സന്തോഷമാർഗം എന്ന് തേടിയവര് പെരുവഴിയിലാകുന്നു. എങ്ങനെയും പണമുണ്ടാക്കിയ സന്തോഷിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ചേട്ടന്മാരുണ്ട്, ചേട്ടത്തിമാരും ഉണ്ട്, അല്ലേ? അന്യായ പലിശയ്ക്ക് പണം ഉണ്ടാക്കുന്ന മനുഷ്യരുണ്ട്. അവരൻ്റെ അതിര് മാന്തിയിട്ട് സമ്പത്ത് കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്. മോഷ്ടിച്ച് സമ്പന്നരാകാൻ ശ്രമിക്കുന്നവരുണ്ട്. സഹോദരൻ്റെ വീതം ചുളുവിൽ അടിച്ചു മാറ്റി സമ്പന്നരാകാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു 4 തലമുറയെങ്കിലും ഒരേ രീതിയിൽ സമ്പന്നരായി നിലനിന്നവരെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപോലെ സമ്പന്നരായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നീതിയിലും സത്യത്തിലും ജീവിച്ചു എന്ന ഒറ്റ കാരണത്താൽ. വല്ലവൻ്റേതുമൊക്കെ പിടിച്ചു പറിച്ചും അന്യായം കാണിച്ചും ദൈവഹിതത്തിന് നിരക്കാത്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടും സമ്പത്ത് നേടുന്നവരുടെ കുടുംബത്തിൽ പലപ്പോഴും ഈ അപ്പനുണ്ടാക്കിയ സർവ്വ മുതലും അതിൻ്റെ പലിശയും മുടിക്കാൻ അസുരവിത്ത് പോലെ ഒരു സന്താനം വരും, അല്ലേ? അത് സർവ്വതും നശിപ്പിച്ച് മുടിച്ചു കളയുന്നത് നമ്മൾ കാണുന്നു. പല കാരണവന്മാരും ധ്യാനത്തിന് വരുമ്പം പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പം ചോദിക്കും, അച്ഛാ ഇത് എന്നതാ കാര്യം? അടുത്ത കാലത്ത് വലിയ അബ്കാരി ബിസിനസ് നടത്തിയ ഒരു വലിയ മനുഷ്യൻ, അയാളുടെ ഒരുപാട് വിശദീകരിച്ച ആളാരാന്ന് നിങ്ങൾ അറിയുമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് ഏകദേശം 40 കോടിയോളം രൂപയുടെ ഒരു നഷ്ടമുണ്ട്. ഒത്തിരി വിശദീകരിച്ചാൽ ആളറിയുമായതുകൊണ്ട് ഞാൻ പറയുന്നത്. ഈ 40 കോടിയോളം രൂപയുടെ നഷ്ടം കാരണം അദ്ദേഹം വേറൊരാളെ കൈയേൽപ്പിച്ചതാണ്, അയാൾ പറ്റിച്ചു. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേച്ച് നോക്കി അത് കിട്ടുമോ ഇല്ലയോ. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഈ വഴിയിലുണ്ടാക്കിയ കാശല്ലേ, ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ എനിക്ക് പറയാം അത് പോയി, അത് പൊക്കോട്ട്, പോയാൽ ചേട്ടൻ നന്നാകും. അച്ഛനെന്നെ പറയുന്ന 40 കോടി രൂപയോ പോട്ടേന്നോ? യെസ്, അത് പോകും. കാരണം എന്താണ്? മനുഷ്യ ദൈവത്തെ മറന്ന് നേടിയ നയാ പൈസ പോലും നിനക്ക് ഉപയോഗപ്പെടുവോ? ഇല്ല. അതാണ് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ ആദ്യമേ പറയുന്നത്, ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കും. ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിച്ച മനുഷ്യര് നിത്യതയോളം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വലിയ സത്യം, അല്ലേ? ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ അമ്മയുടെ ഈ സ്തോത്രഗീതത്തിൽ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ ദൈവത്തിൽ ആനന്ദിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ അതിന് 3 ഉത്തരങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആനന്ദിക്കുന്ന എപ്പോഴാണ്? 1, ഒരു മനുഷ്യൻ തനിക്ക് ദൈവം തന്നത് അപരന് വേണ്ടി നൽകുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവൻ നോക്കിയേ ദൈവത്തിൽ ആനന്ദിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, അല്ലേ? ഒരു വാഴ അതിൻ്റെ ആയുസ് മുഴുവനും എടുത്ത് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ സർവശക്തിയും കൊണ്ട് ഒരു കൊലയങ്ങ് ജനിപ്പിച്ചു, അല്ലേ? അതോടെ ആ വാഴ തീർന്നു. രണ്ടാമത് കൊലയ്ക്കുക ഒരു വാഴ? കൊലയ്ക്കുകയല്ല. അതായത് അതിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എന്നതാണ്? ഒരു കൊലയുണ്ടായി മനുഷ്യന് കൊടുത്ത് അതതാ പിൻവാങ്ങിയിരിക്കുന്നു. പ്രകൃതിയിലെല്ലാം അങ്ങനെയാണ്, അല്ലേ? ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിലേ ഈ പ്രകൃതി പലതും കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് പ്ലാവുകളുണ്ട്. ഈ പ്ലാവ് ചക്കയൊന്നും ആർക്കും വേണ്ടാത്ത കാലമാണ്. കാരണം ഒരുപാട് ചക്ക, മനുഷ്യരും കുറവ്. അപ്പോൾ ചക്കയൊക്കെ പഴുത്ത് ചീഞ്ഞ് ഈ പ്ലാവെ കൂഞ്ഞിൽ മാത്രം നിൽക്കും, ബാക്കി മുഴുവൻ ഊർന്ന് താഴെ വീഴും. ആ രീതിയിലുള്ള ഒരു പ്ലാവ്
ഒരു പ്ലാവിനെ നാണം കെടുത്താൻ വേണ്ടി അതിൻ്റെ കുഞ്ഞിൽ മാത്രം നിൽക്കുന്ന ഈ പ്ലാവ് കാണുക. ചില പ്ലാവുകൾ ആർക്കും വേണ്ടേലും മൊത്തം താഴോട്ട് പൊക്കോട്ടെ എന്നും പറഞ്ഞ് ചക്ക സ്വയം പൊഴിച്ചിടും. ഈ കൂഞ്ഞിൽ മാത്രം നിൽക്കുന്ന പ്ലാവേൽ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലയുടെ അവിചാരിതമായിട്ട് പോകാനിടവും അതിലൊരു ഒറ്റ ചക്ക പോലും കായ്ച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടായിരിക്കും? ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു. അതിൻ്റെ ചക്ക ആരും പറിക്കുകയില്ലാത്തതുകൊണ്ടായിരിക്കും അച്ഛാ, ആ പ്ലാവ് മടുത്ത് കായ നിർത്തിയതായിരിക്കും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ശരിയാ. പ്ലാവ് ചിന്തിച്ച് കാണും, ആർക്കും ഉപകാരപ്പെടുന്നില്ല എങ്കിൽ ഞാൻ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് ചക്ക ഉണ്ടാക്കുന്നത്, അല്ലേ? അതായത് ഈ പ്രപഞ്ചം നോക്കിക്കേ, പ്രപഞ്ചത്തിലെല്ലാം നൽകിയതിൽ ആനന്ദിച്ച് ജീവിതത്തിൻ്റെ സംതൃപ്തി കണ്ടെത്തുകയും, പന അല്ലെങ്കിൽ മുള ഇതൊക്കെ ഒരിക്കലേ പൂക്കുള്ളൂ, പൂത്താൽ അതോടെ അത് തീർന്നു, ഇല്ലയോ? യെസ്. കാരണം എന്താണ്? നൽകുന്നതിനപ്പുറത്ത് വേറെ ഒന്നും ജീവിതത്തിന് അർത്ഥമില്ല എന്ന് സത്യത്തിൽ ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ തന്ന ഇതെല്ലാം ദാനങ്ങളെല്ലാം ഞാനിതാ പങ്കുവയ്ക്കുന്നു, അതിനപ്പുറത്ത് എനിക്ക് യാതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നൽകുന്നതിൻ്റെ ആനന്ദം. മനസ്സിലായി? രണ്ടാമതായി, ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ എന്ന ചിന്തയോടെ നമ്മൾ ജീവിക്കണം. അതാണ് ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു തരുന്ന സത്യം. ദൈവം എൻ്റെ ഉള്ളിൽ ജീവിക്കട്ടെ. നമ്മൾ ഇന്ന് പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഞാൻ പല മനുഷ്യരോട് സംസാരിക്കാൻ ഇടവന്നു. മനുഷ്യരൊക്കെ ഭയങ്കര വർഗീയവാദികളായിക്കൊണ്ടിരിക്കും, അല്ലേ? എല്ലാ മതത്തിലും ഈ വർഗീയത അങ്ങ് ഭീകരമായി കടന്നുകൂടിയിരിക്കുകയാണ്. എൻ്റെ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വാളുകൂരി നിൽക്കുകയാണ്. പണ്ട് നമ്മുടെ ആളുകൾ കുരിശുയുദ്ധത്തിന് പോയവരുണ്ട്, ജിഹാദ് നടത്തുന്നവർ ഈ കാലഘട്ടത്തിലുണ്ട്, എല്ലാം തൃശൂലം പിടിച്ച് ഉറഞ്ഞുതുള്ളി ഒറീസായി കലാപം നടത്തിയവരുണ്ട്. എല്ലാ മതത്തിലും, ഞാൻ ആരെയും മാറ്റി നിർത്തി പറഞ്ഞതല്ല, എങ്ങനെയോ ഈ മതവിശ്വാസികളെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഭയങ്കരമായി വർഗീയവാദികളായി, സഹോദരനെ കാണാൻ മേലാത്തവരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. അവൻ സത്യദൈവത്തെ കാണാത്തവനാണ് എന്നാണ് ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞത്. ദൈവത്തെ കണ്ടവൻ, അവൻ്റെ പ്രവൃത്തി എന്താ? നമ്മുടെ സംരക്ഷണം ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. വെറുതെ ആരും കൊടുവാളുമെടുത്ത് സ്വന്തം മതത്തെ രക്ഷിക്കാനോ ദൈവത്തെ രക്ഷിക്കാനോ ഇറങ്ങണ്ട. മനസ്സിലായോ? കാരണം എന്താണ്? ദൈവം നമ്മളിൽ നിന്ന് രക്ഷ തേടുന്നവനല്ല, ദൈവം രക്ഷകനാ. ആ സത്യം മറക്കുമ്പോൾ മനുഷ്യൻ ഈ മതവിശ്വാസം ഒരുതരം വർഗീയതയായി സമൂഹത്തിൽ ഭിന്നതയ്ക്ക്, കലാപത്തിന് കാരണമായി മാറുന്ന എത്രയോ സങ്കടകരവും ദാരുണവുമായ അനുഭവങ്ങളാണ്. വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞ അയൽവക്കങ്ങൾ പോലും ഇന്ന് മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ കലഹിക്കുമ്പോൾ ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു തരുന്ന ഈ ചിന്തയ്ക്ക് ഈ കാലഘട്ടത്തിൽ വലിയ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ രക്ഷിക്കാനുള്ള വ്യഗ്രത നിർത്തിയിട്ട് ദൈവമൊരുക്കിയ രക്ഷയിൽ ജീവിക്കാൻ പഠിക്കുക. ദൈവത്തെ ഞാൻ രക്ഷിക്കേണ്ട കാര്യമില്ല, മറിച്ച് ദൈവമൊരുക്കിയ രക്ഷയിൽ ഞാൻ എന്നെ തന്നെ വളർത്താൻ ശ്രമിക്കുക എന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറയും. മൂന്നാമത്, ദൈവത്തിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? മറ്റെന്തിനേക്കാളും വലുത് സ്വർഗമാണ് എന്ന് ചിന്തിക്കുക. അതാണ് ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വിലയുള്ളത് ഏതാണ്? സ്വർഗം. സ്വർഗത്തിൽ എത്ര പേർക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരൊന്ന് കൈവയ്ക്കുക. സ്വർഗത്തിൽ 100% ആത്മാർത്ഥതയുണ്ടെങ്കിലേ പോക്കാവുള്ളൂ. സ്വർഗമുണ്ട് എന്ന്
100% ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കുകയെ. പകുതിയോളം പേര് കൈവക്കിയിട്ടുണ്ട്. ചേട്ടന്മാരുടെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അല്ലേ ചേട്ടത്തിമാരെ, നിങ്ങൾ കൈവക്കി ബഹുഭൂരിപക്ഷം പേരെങ്കിലും നമുക്കൊന്നും അത്രയ്ക്കങ്ങ് ഉറപ്പൊന്നുമില്ല. അല്ലേ അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല. സ്വർഗമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു അമ്മച്ചിയെ ഞാൻ ഈ അടുത്ത കാലത്ത് കാണും. ഞങ്ങൾ ഈ വിശ്വാസ വർഷ ധ്യാനത്തോടനുബന്ധിച്ച് വീട് വെഞ്ചരിക്കാൻ വേണ്ടി ധ്യാനത്തിനിടയിൽ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ ഒരു സഹോദരൻ, തളർന്ന് കിടക്കുന്ന ഒരു സഹോദരൻ. ഈ സഹോദരൻ്റെ അടുത്ത് ഞാൻ കുറച്ചു നേരം ഇരുന്നു. ഇദ്ദേഹമാണെങ്കിൽ ഉടനെ വാ പൊളിച്ചതേ കുറ്റം തുടങ്ങി. ഭാര്യയെക്കുറിച്ചാണ് കുറ്റം. എൻ്റെ അച്ഛാ, ഞാൻ വീണതൊരു അനുഗ്രഹമായി കരുതുന്ന ഒരുത്തി ഇവിടെയുണ്ട്. ആരാണാവോ? ആരാന്ന് ചോദിക്കണോ? എൻ്റെ ബമ്പർ നോത്തി, അവളല്ലാണ്ട് ആരാണ്? ഓ അതെന്നാ ചേട്ടാ അങ്ങനെ? ഞാനിവിടെ അനങ്ങാൻ മേലാതെ കിടക്കുകയല്ലേ. അവൾക്ക് ആരെയും കൂസണോ, പേടിക്കണോ? അവൾ എന്നതെല്ലാം ഇവിടെ കാണിക്കുന്ന അച്ഛാ. ആ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആദ്യമായി കണ്ട് എന്നോട് വാ പൊളിച്ചതേ ഭാര്യയുടെ കുറ്റം തുടങ്ങിയതേ എനിക്ക് എന്നാ പറയണ്ടേന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച്. ഈ ചേടത്തി അന്നേരത്തേക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. അച്ഛന് ഒരു ചായ കൊടുക്കാൻ വന്നു. ചായ എൻ്റെ നേരെ നീട്ടിയതേ ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛ അത് തൊട്ടേക്കരുത്. അവള് പാപം ചെയ്ത് കൊണ്ടുവന്ന കാശിൻ്റെ പഞ്ചാരയും ചായപ്പൊടിയാണ്. ദൈവമേ, ഞാനാകെ ധർമ്മസങ്കടത്തിലായി. ഈ ചായ കുടിക്കണോ കുടിക്കാണ്ടിരിക്കണോ? ചേട്ടനെ പിണക്കണോ ചേട്ടത്തിയെ പിണക്കണോ? അല്ലേ എന്തു ചെയ്യും? അവസാനം ഞാൻ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, എന്നാ പാപം ചെയ്താലും പഞ്ചാരയല്ലേ, കുഴപ്പമില്ല, ഞാൻ ആ ചായ മേടിച്ച് കുടിക്കാൻ തുടങ്ങി. ഈ ചേട്ടന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് എന്നോടൊന്നും മിണ്ടാൻ മേലാത്തത് കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും. അപ്പം എൻ്റെ കൂടെ പള്ളിയിലെ കൈക്കാരൻ ചേട്ടനുണ്ട്. ഈ ചേട്ടന് ഈ കിടക്കുന്ന ചേട്ടനോട് കൈക്കാരൻ ചേട്ടൻ ചൂടായി. ഇയാൾ പറഞ്ഞു, എടോ മനുഷ്യ, താനല്ലാതെ ഈ നാട്ടിൽ ഒരു മനുഷ്യൻ പോലും ഈ സ്ത്രീയെ കുറിച്ച് ദോഷം പറയുക. നീ 30 കൊല്ലമായി അടകടപ്പ് കട്ടിലേ കിടന്നിട്ട് നിനക്ക് പുറത്തൊരു മുറിവ് പോലും, ഒരു ബെഡ് സോർ പോലും വരാതെ നിന്നെ അവൾ നോക്കിയെങ്കിൽ അത് എത്രമേൽ ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ്. നിന്റെ 2 പെമ്മക്കളെ പഠിപ്പിച്ച് നേഴ്സാക്കി, അവരിങ്ങനെ കല്യാണം നടത്തി. പകല് ഈ സ്ത്രീ ഓടി നടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടല്ലേ. നീ അല്ലാതെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ അവളെക്കുറിച്ച് ഒരു സ്വഭാവ ദൂഷ്യം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. നിനക്ക് പാപം കിട്ടും. ഈ മനുഷ്യൻ കൈക്കാരൻ ചേട്ടൻ ഉടനെ ഈ ചേട്ടനോട് ഇത്രയും പറഞ്ഞു. ഉടനെ ഈ ചേട്ടൻ ചൂടായി. എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു, നീയും ഇവിടുത്തെ ഒരു കക്ഷിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇറങ്ങടാ പുറത്ത്. അയാൾ വേളം തുടങ്ങി. ഞാൻ ആ മനുഷ്യനിങ്ങനെ ഒരുതരം മനോരോഗമായതാണ്. സംശയം എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ്, അല്ലേ? അത് നമുക്ക് സഹതപിക്കല്ല, നിവൃത്തിയില്ല. ഞാൻ പ്രാർത്ഥനയും വെഞ്ചരിപ്പും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ചേട്ടത്തിയോട് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ പറയാനൊന്നും എൻ്റെ വായി കിട്ടാതെ ഞാനിങ്ങനെ ചെരിപ്പിടാൻ വേണ്ടി നടക്കല്ലേലോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ സ്ത്രീ മുമ്പിലുണ്ട്. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്ത് നോക്കിയപ്പോൾ 2 കണ്ണും നിറഞ്ഞൊഴുകുക. ഞാൻ നോക്കിയെന്ന് കണ്ടപ്പോഴേ അവൾ കണ്ണ് തുടച്ചേച്ച് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു. ഇത്രയേ പറഞ്ഞു, അച്ഛാ സാരമില്ല, എല്ലാറ്റിനും ഒടുവിൽ സ്വർഗമുണ്ടല്ലോ, എനിക്ക് അത് മതി. എല്ലാറ്റിനും ഒടുവിൽ സ്വർഗമുണ്ടല്ലോ, എനിക്ക് അത് മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കണ്ട ഏറ്റവും വിശ്വാസമുള്ള ഒരു സഹോദരി ആര് എന്ന് ചോദിച്ചാൽ ഈ അമ്മയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം വിശ്വാസത്തിൻ്റെ പരകോടി എന്ന് പറയുന്നത് സ്വർഗമുണ്ട് എന്ന്, അല്ലേ? എത്ര അമ്മമാർക്ക് നിങ്ങളിങ്ങനെ പറയാൻ പറ്റും, കെട്ടിയവും മദ്യപിച്ച് തല്ലി ഉപദ്രവിച്ചു, സാരമില്ല സ്വർഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സഹിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ സഹിച്ചവരാണ് നിങ്ങളെങ്കിൽ കൈവക്കിയത് അർത്ഥവത്താണ്, അല്ലേ? ചേട്ടന്മാരുള്ള സത്യം പറഞ്ഞയച്ചു, അവർക്ക് അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അവർക്ക് ആ വിശ്വാസവും. അപ്പൊ ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്ന
അടിയുറച്ച ബോധ്യം നേടുക എന്നാണ് അർത്ഥം. അപ്പൊ 3 കാര്യങ്ങളാണ് ദൈവത്തെ സന്തോഷിക്കുക എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? ദൈവം തന്നത് അപരനുമായി പങ്കുവയ്ക്കുന്ന നൽകലിൻ്റെ ആധ്യാത്മിക. രണ്ടാമത് പറഞ്ഞു, ദൈവം ഒരുക്കിയ രക്ഷയിൽ ജീവിക്കുക. മൂന്നാമതായി പറഞ്ഞത് എന്താണ്? സ്വർഗമുണ്ട് എന്ന ഉറപ്പോട് ജീവിക്കും. മനസ്സിലായല്ലോ? ഇനി മാതാവ് രണ്ടാമതായി സ്തോത്രഗീതത്തിൽ പറയുക, കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അല്ലേ? അതായത് അവിടുന്ന് എളിയവരെ ഉയർത്തുന്നു. എളിയവരെ ഉയർത്തുന്ന ദൈവത്തെ തിരിച്ചറിയുക. അതാണ് ക്രിസ്തീയതയുടെ രണ്ടാമത്തെ മർമ്മം എന്ന് പറയും. അല്ലേ? മനുഷ്യ ശരീരത്തിൽ പല മർമ്മങ്ങളുണ്ട് എന്ന് മർമ്മ വിദഗ്ധന്മാർ പറയാറുണ്ട്. ഈ മർമ്മങ്ങൾ പോലെ ഈ ആത്മീയതയിലും ഉണ്ട് ചില മർമ്മങ്ങൾ. അതിൽ ഒന്നാമത്തേത് ദൈവത്തെ സന്തോഷിക്കുകയാണ്. രണ്ടാമത്തെ മർമ്മം എന്താണ്? എളിയവളായി ദൈവസന്നിധിയിൽ ജീവിക്കും. എളിമയുള്ളവരെ ദൈവം വളർത്തുന്നു എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം നോക്കിയ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സത്യമാണ്. ദൈവം എളിയവരെയാണ് എപ്പോഴും വളർത്തിയിട്ടുള്ളത്. വിക്കനായ മോശയെ ദൈവം വിളിക്കുകയാണ്. അല്ലേ? ബാലനായ സാമുവേലിനെ വിളിച്ചുകൊണ്ടുപോയി. ജെറമിയ പയ്യനായിരുന്നവനെ വിളിച്ച് ദൈവം വലിയ കാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അല്ലേ? ഓരോരോ കാര്യങ്ങൾക്കും ദൈവം നിയോഗിച്ചത് എളിയവർ, ദുർബലർ, വിധവയായി വീട്ടിനകത്ത് അടച്ചൊതുങ്ങി പുറത്തിറങ്ങാതിരുന്ന ഒരു പെണ്ണായിരുന്നു യൂദിത്ത്. ദൈവം അവളെ ഉയർത്തി ഇസ്രായേലിൻ്റെ രക്ഷകയാക്കി ഹോളോഫർണസിനെ വധിക്കാൻ വിട്ട കഥയാണ് യൂദിത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. ഇല്ലേ? സത്യമായും ദൈവം എന്നും എളിയവരെ ഉയർത്തി എന്നുള്ളതിന് ബൈബിളിൽ തെളിവുകൾ തേടാൻ നോക്കിയാൽ ബൈബിൾ മുഴുവനും ഈ സത്യത്തിൻ്റെ സാക്ഷ്യം. എന്നാൽ ഏതൊരു മനുഷ്യ വ്യക്തി അഹങ്കാരിയായോ എളിമയില്ലാതായോ ആ മനുഷ്യരെല്ലാം നശിച്ചും പോയി. ആദിമാതാപിതാക്കള് ദൈവത്തെ പോലെ ആവുക, ദൈവം ഇരിക്കുന്നത് പോലെ ഒരു സിംഹാസനം ഞങ്ങൾക്കും വേണം, ദൈവത്തെ പോലെ ആകണം എന്ന അഹന്ത തുടങ്ങിയപ്പോൾ അവിടെ പാപം ആരംഭിച്ചു. അല്ലേ? ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാഖയാണ് പിശാചായത് എന്നൊരു കഥയുണ്ട്. അല്ലേ? ആ കഥയിൽ എന്താ പറയുക? ഈ മാലാഖ എങ്ങനെയാ പിശാചായത്? മാലാഖ ദൈവത്തെ അനുസരിക്കുന്നത് കുറച്ചിലായി കണ്ടു, അഹങ്കാരിയായി തീർന്നു. അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ മാലാഖ പോലും പിശാചാകും. ഇല്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ചേട്ടത്തിമാരെ, നമ്മൾ ആരായിത്തീരും? പിശാചിൻ്റെ അപ്പനായിത്തീരും. അല്ലേ? മാലാഖയ്ക്ക് ഈ അഹങ്കാരം കയറിയ മാലാഖ പിശാചായാൽ, മനുഷ്യൻ്റെ അഹങ്കാരം കയറിയാലോ മനുഷ്യൻ പിശാചിനേക്കാളും വലിയ പിശാചാകും. അല്ലേ? അതാണ് ഈ മനുഷ്യൻ്റെ അഹന്ത സർവപാപത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് സഭ അതിനെ മൂലപാപങ്ങളിൽ ഒന്നാമത്തേതായിട്ടാണ് പറയുന്നത്. അല്ലേ? മൂലപാപം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പാപങ്ങളിലേക്കും നയിക്കുന്ന പാപം എന്ന അർത്ഥത്തിലാണ് ഈ അഹങ്കാരം. അതായത് അഹന്ത കൊണ്ടാണ് മനുഷ്യൻ ജീവിതത്തിൽ നശിക്കുന്നത് എന്ന പരമാർത്ഥമായ സത്യം. നമുക്ക് എളിമയുണ്ടോ എന്ന് ചോദിച്ചാൽ 2 തരം എളിമകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2 തരം എളിമ. ഒന്നാമത്തെ എളിമ എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. അല്ലേ? ഭയങ്കര ഭക്തി അഭിനയിക്കുന്നവരുണ്ട്. കീഴോട്ട് മാത്രം നോക്കി നടക്കുക. ഏടത്തിമാരാണെങ്കിൽ സാരിയുടെ തലയെടുത്ത് തലയിലോട്ടിട്ട് വളരെ ഭക്തിപൂർവ്വം നടക്കും. നല്ലതാണ്, എളിമയുടെ ലക്ഷണമാണ്. പല അമ്മമാരും ഇവിടെ വളരെ എളിമയോടെ ജീവിക്കുന്നു. ചിലര് വള്ളിച്ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നു. അല്ലേ? വള്ളിച്ചെരുപ്പ് തേഞ്ഞ് തീരാറായത് കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാർ പുതിയ കതറ് മേടിച്ചിട്ട് ബ്ലേഡിന് കീറിയിട്ട് തുന്നിയിട്ട്
ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ശത്രുക്കൾ പറയാറുള്ളതാണ്. എനിക്കറിയത്തില്ല എൻ്റെ വസ്തുത. അങ്ങനെയൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട്. എളിമയുള്ളവരാണ് എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണ്. അത് അഭിനയത്തിൻ്റെ എളിമയാണ്. അഭിനയത്തിൻ്റെ എളിമയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അവൻ തനി സ്വഭാവം യഥാസമയത്ത് കാണിക്കുക തന്നെ ചെയ്യും. ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞവൻ പുറമേ എളിമ അഭിനയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് പാഴ്വേലയാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും എളിമ വെറും അഭിനയം മാത്രമേ ഉള്ളൂ. ഇല്ലേ? ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലായി നമ്മുടേതൊക്കെ വെറും അഭിനയമാണ് എളിമ. യഥാർത്ഥ എളിമയുള്ളവരുടെ ലക്ഷണം. എളിമയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ളൊരു മഹാവിശുദ്ധയുണ്ട് സഭാചരിത്രത്തിൽ. ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞു, നിനക്ക് എളിമയുണ്ടോ എന്നറിയാൻ 3 ലക്ഷണങ്ങൾ നോക്കിയാൽ മതി എന്നാണ്. എളിമയുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? 3 ലക്ഷണം നോക്കിയാൽ മതി. നോക്കാം നമുക്ക് എളിമയുണ്ടോന്ന്, അല്ലേ? എളിമയുണ്ടോ എന്ന് നോക്കാം 3 വഴികൾ. ഒന്നാമതായിട്ട് അമ്മ ത്രേസ്യ പറഞ്ഞു, എളിമ യഥാർത്ഥത്തിലുണ്ട് എങ്കിൽ നീ മറ്റുള്ളവരെ നിന്നേക്കാളും ഉപരിയായി ആദരിക്കും, ബഹുമാനിക്കും. ഒരു ബസ്സിൽ കയറാൻ നിന്നാൽ ഇടിച്ചു കയറി എനിക്ക് സീറ്റ് വേണം എന്ന് ചിന്തിക്കുന്നവന് എളിമയുണ്ടോ? ഇല്ലേ ഇല്ല. കുമ്പസാരക്കൂട്ടി പോലും ഇടിച്ചിട്ടേച്ചിട്ട് വരുന്ന ചേട്ടത്തിമാരുണ്ട്, അല്ലേ? പലപ്പോഴും കുമ്പസാര കൂട്ടിയിരിക്കും. ഞങ്ങളുണ്ട് ചേട്ടത്തിമാർ തീക്ക് കൂട്ടി 3 ചേട്ടത്തിയെ മറച്ചിട്ടേച്ചിട്ട് ഒരു ചേട്ടത്തി കുമ്പസാര കൂട്ടിലേക്ക് കയറി വരും. എളിമയില്ല. അതായത് മറ്റുള്ളവർ എന്നെ പോലെയോ എന്നേക്കാൾ ഉപരിയോ ബഹുമാന്യരാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് വേറൊരാളെ ഉരുട്ടിയിട്ടേച്ച് ഉന്തിയിട്ടേച്ചിട്ടും കയറിപ്പോകാൻ പറ്റുമോ? നമ്മൾ ഈ തിരക്ക് കൂട്ടുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്ക് എളിമയില്ല. ഏതെങ്കിലും ഒരു നല്ല സ്ഥാനം കണ്ട ചാടി കയറി അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഏറ്റവും നല്ല കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന ഭയങ്കരമായ മത്സരങ്ങളും കലഹങ്ങളും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്, അല്ലേ? താക്കോൽ സ്ഥാനത്ത് ഇരിക്കാനുള്ള വ്യഗ്രത രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരും നമ്മൾ കാണും. നമ്മൾ നോക്കിയേ, എളിമയില്ല ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി അപരൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ ആവശ്യങ്ങളെക്കാളും മുൻഗണന നൽകാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് എളിമയുണ്ട്. ഇപ്പൊ തന്നെ മിക്കവരും പരീക്ഷയെ തോറ്റു, അല്ലേ? എളിമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ പോയിട്ട് നമ്മളിൽ 95% തോറ്റു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം തോറ്റു. രണ്ടാമതായിട്ട് എളിമയുള്ളവരുടെ ലക്ഷണം അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞു വന്നു. എന്താന്ന് ചോദിച്ചാൽ, ഈ എളിമയുള്ള മനുഷ്യര് എന്താണ്? വലിയവന്റെ മുമ്പിൽ കവാത്ത് മറക്കുകയും എളിയവന്റെ നേരെ മെക്കിട്ട് കയറുകയും ചെയ്യുക, ഇല്ലേ? അതായത് വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അറ്റൻഷനായിട്ട് കൈകൂപ്പി ആദരവും സ്നേഹവും. ഒരു പാവപ്പെട്ടവൻ വന്ന ആര് എന്ത് ഇസ്പയുടെ 7-ാം കൂലി എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുന്ന ആ ശൈലി. നമ്മളൊരു സർക്കാർ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ വലിയ ആദരവും മഹത്വവും ഒക്കെ, ഇല്ലേ? നിങ്ങൾ ചിലപ്പം പറയും പള്ളിയിലച്ചന്മാരുടെ അടുത്ത് വന്നാൽ ഇതൊക്കെ തന്നെയാണ് അനുഭവം എന്ന് ചില ചേട്ടന്മാർ ഊറിച്ചിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയാ, അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഞങ്ങളിലും എളിമയില്ല എന്ന്. മനസ്സിലായോ? അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞത് വലിയവന്റെ മുമ്പിൽ വിധേയത്വവും എളിയവന്റെ മുമ്പിൽ ധാർഷ്ട്യവും കാണിക്കുന്നത് അല്ലയോ സ്നേഹിത, നിനക്ക് എളിമയില്ല എന്നുള്ളതിന്റെ ലക്ഷണം. ദൈവം എന്തേ നിന്നെ ഉയർത്താത്തത് എന്നിപ്പോ മനസ്സിലാകുന്നു, അല്ലേ? എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എളിമയില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് എന്നെ ഉയർത്താൻ പറ്റുക? അഹങ്കാരിയായി കഴിഞ്ഞാൽ പിന്നെ നശിക്കുകയല്ലാതെ നിവൃത്തിയില്ല. എളിമയുള്ളവനെ മാത്രമേ ദൈവം ഉയർത്തൂ. പരിശുദ്ധ അമ്മ പറയുക. വീണ്ടും അമ്മ ത്രേസ്യ പറഞ്ഞു, ഇപ്പൊ തന്നെ 100% പേരും തോറ്റു, അല്ല? ഇനി പറയേണ്ട കാര്യമില്ല. അമ്മ ത്രേസ്യ പറഞ്ഞു മൂന്നാമതൊരു കാര്യവും കൂടെ ഉണ്ട്. അമ്മ ത്രേസ്യ പറഞ്ഞു, എളിമയുള്ളവർ എപ്പോഴും എളിയ സ്ഥാനത്തും
എളിയവൻ്റെ പക്ഷത്തും നിലയുറപ്പിക്കും. അതായത് സാധുക്കളുടെ ഒപ്പം നടക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കും. ചിലരൊക്കെ ചുമ്മാ പൊങ്ങച്ചം പറയും അല്ലേ? ഇന്നടത്തെ മെത്രാപ്പോലീത്ത ഞങ്ങളുടെ ഒരു വകയിൽ ഉപ്പാപ്പനായിരുന്നു. ചുമ്മാ തട്ടിവിട്ടേക്കും. മെത്രാപ്പോലീത്തയ്ക്കും അറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കും. അല്ലേൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ആളുകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി ഇപ്പം വിളിച്ചേക്കാം എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. വലിയ പിടിയൊന്നുമില്ല, വെറുതെ വിളിച്ചേക്കാം, ആരെങ്കിലും വിളിച്ചത് പോരെ അല്ലേ? അതായത് ഈ ഞാൻ വലിയവനാണ് എന്ന് കാണിക്കുക, വലിയവൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് എളിമയിൽ, പ്രിയപ്പെട്ടവരെ, എളിമയില്ലാത്തവനെ ഉയർത്താൻ ദൈവം വിചാരിച്ചാൽ പറ്റുമോ? പറ്റിയാൽ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഉയരണം, വളരണം. പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്നാ? എളിമയില്ല. എളിമയില്ലാത്തത് കൊണ്ട് ഉയരാൻ പറ്റിയ. എളിമ എന്ന് പറയുന്നത് ഈ ഭൗമിക ആകർഷണം. മാതാവ് സ്വർഗത്തിലെത്തിയത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ നിന്ന് ഒരെണ്ണം തന്നെ പൊങ്ങി സ്വർഗത്തിൽ പോകണമെങ്കിൽ, മണ്ടയിലോട്ട് പോകണമെങ്കിൽ 2 വഴികളെ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഒന്നെങ്കിൽ റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൊക്കി വിടുക അല്ലേ? അത് പൊങ്ങിപ്പൊക്കോളൂ. അതല്ല എങ്കിൽ ഈ പിള്ളേര് പണ്ട് ബലൂൺ വീർപ്പിക്കുമായിരുന്നു. ഈ ഹീലിയം വാതകം ബലൂൺ ഉണ്ടായിരുന്നു. അത് കെട്ടിവിട്ടാൽ ഈ ബലൂൺ തന്നെ അങ്ങ് പൊങ്ങി പോകുന്നതാണ് അല്ലേ? 2 വഴിയേ ഉള്ളൂ. ഈ ഗുരുത്വാകർഷണത്തിൻ്റെ, അതായത് ഈ ഭൂമിയിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന, വഞ്ചിയെ പിന്നെയും തിരുനക്കര തന്നെ നിർത്തുന്ന അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ 2-ലേതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ അമ്മയായി അവളെ ഉയർത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവള് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമായി തന്നെ നിലനിർത്തി. അതിന് ഉയരാതെ നിവൃത്തിയിൽ. ഹീലിയം നിറച്ചൊരു ബലൂണിന് ഈ മണ്ണിൽ പതഞ്ഞു കിടക്കാൻ പറ്റില്ല. അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും. കാരണം അതിന് അന്തരീക്ഷ സാന്ദ്രതയേക്കാളും കുറവാണ് അതിൻ്റെ സാന്ദ്രത എന്നുള്ളത് കൊണ്ട് അത് ഉയർന്നുയർന്നേ പോകും. ഇത് ശാസ്ത്രമാണ് അല്ലേ? നിങ്ങളുടെ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, അതായത് നമ്മളെ സ്വർഗത്തോളം ഉയർത്തുന്ന മൂല്യമേത് എന്ന് ചോദിച്ചാൽ എളിമ. അതില്ലാതെ പോകുന്നവരെ വളർത്താൻ ദൈവം വിചാരിച്ചാലും പറ്റിയല്ല. പിശാചിനെ ഒന്ന് നന്നാക്കിയേക്കാം എന്ന് ഉടയതമ്പുരാൻ വിചാരിച്ചാൽ പറ്റുമോ? പിശാച് ജന്മത്ത് നന്നായില്ല. കാരണം പിശാചിന്റെ അടിസ്ഥാന പ്രശ്നം ഏതാ? അവൻ അഹങ്കാരിയാണ് എന്നുള്ളതാണ് പിശാചിന്റെ അടിസ്ഥാന പ്രശ്നം. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെ അഹന്ത കടന്നുകൂടുന്നുവോ ആ വ്യക്തിയെ ആർക്കും രക്ഷപ്പെടുത്താനാവും. അഹങ്കാരിക്ക് എന്നാ പറ്റുന്നതെന്നൂടെ അമ്മ പറയുന്നുണ്ട്. അഹങ്കാരികളെ ദൈവം സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു അല്ലേ? ലോകചരിത്രം നിങ്ങൾ നോക്കിയേ, എന്നാ ഭയങ്കര ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി, അയാൾ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി വന്നു. സർവ്വതും അടിച്ചു തകർത്തു. അദ്ദേഹത്തിന് ദേവാലയങ്ങള്, അമ്പലങ്ങള്, പള്ളികള് ഇതിനോടൊക്കെ വെറുപ്പായിരുന്നു. അദ്ദേഹം സർവ്വതും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. എല്ലായിടത്തും അലക്സാണ്ടറിനെ ബഹുമാനിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനല്ലാതെ വേറൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. 10 കൊല്ലം ഇങ്ങനെ തേരോട്ടം നടത്തിയ അലക്സാണ്ടർ BC 333 മുതൽ 323 വരെ. അങ്ങനെ ഇന്ത്യ കീഴടക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് അഫ്ഗാനിസ്ഥാനിൽ എത്തിയപ്പോൾ പുള്ളിക്ക് ഒരു പനിയും തുമ്മലും ജലദോഷവും ഒക്കെ. പനി വർദ്ധിച്ചു. വല്ല ഡെങ്കിപ്പനി ആയതായിരിക്കും അല്ലേ? ഏതാണേലും അലക്സാണ്ടർ പനി പിടിച്ച് മരിച്ചു.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുന്നതെന്ന് അലക്സാണ്ടർ വിചാരിച്ചേ. ഇല്ലടോ മനുഷ്യ, ഒരു പനി പിടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ നീയ് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരിക. നമ്മുടെ ഇരിപ്പും നടപ്പൊക്കെ കണ്ടാല് വി ആർ someone greater than the Almighty God. ദൈവത്തെക്കാളും ശക്തനാണ് എന്ന തോന്നലോടെ നമ്മൾ ജീവിക്കുക. പക്ഷെ ദൈവം പറഞ്ഞു തരുന്ന എന്താണ്? ഇല്ല, നമ്മളൊന്ന് പനി പിടിച്ചാൽ മരിക്കാനുള്ളതേ ഉള്ളൂ. അല്ലേ? റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം വന്നപ്പോൾ സകല ദേവാലയങ്ങളും തല്ലിപ്പൊളിച്ചു, സകല വിശുദ്ധ വസ്തുക്കളും നശിപ്പിച്ചു കളഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗ്, പരിശുദ്ധ പത്രോസിന്റെ പേരിൽ ഒരു വലിയ പട്ടണം അവിടെയുണ്ട്. അതിനെ പേര് മാറ്റി ലെനിൻഗ്രാഡ് എന്നാക്കി മാറ്റി. പത്രോസിന്റെ വലിയ പ്രതിമ അവർ ബോംബ് വെച്ച് പൊട്ടിച്ച് പകരം അവിടെ ലെനിന്റെ പ്രതിമ സ്ഥാപിച്ചു. സകല സ്ഥലങ്ങളിലും അവര് മതത്തെ തച്ചുടയ്ക്കാൻ പരിശ്രമിച്ചു എന്നത് സത്യം. പക്ഷേ പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, റഷ്യയിലെ ഈ അവസ്ഥ മാറാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണേ എന്ന്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കാരണവന്മാർക്കറിയാം, റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു 10 നന്മ പറഞ്ഞോറിയും ചൊല്ലുന്ന പതിവുണ്ട്, അല്ലേ? ചിലർ 40 നന്മ നിറഞ്ഞ മറിയം വീതം 25 ദിവസം ചൊല്ലി റഷ്യയുടെ മാനസാന്തരത്തിന് കാത്തു വയ്ക്കുകയാണ്. നാട്ടിലെ റഷ്യക്കാരെല്ലായിരുന്നു ചിരിക്കാൻ തുടങ്ങി. ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയതിന് ചുക്ക് കഷായം വെന്തു കുടിക്കുന്ന കത്തോലിക്കര്, ബോധമില്ലാത്തവന്മാര്, അവന്മാർ അവിടെ ഇരുന്ന് 2 കൊന്ത ഉരുട്ടിയാൽ റഷ്യക്ക് വല്ലോ മാനസാന്തരം ഉണ്ടാവുമോ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷേ നമ്മൾ കണ്ടു, സൂര്യൻ അസ്തമിക്കാത്ത കിഴക്കൻ യൂറോപ്പിന്റെ മതിലുകൾ തകർന്നു, ഇല്ലേ? റഷ്യ വിശ്വാസത്തിലേക്ക് വന്നു. 989 കമ്മ്യൂണിസ്റ്റ് ആധിപത്യം മാറിയപ്പോൾ ആ ഒരൊറ്റ വർഷം തന്നെ 90 ലക്ഷം ആളുകൾ മാമോദീസ സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു. യെസ്, ശക്തരെ ദൈവം സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരുടെയും ശക്തി കണ്ട് ഭയപ്പെടേണ്ടതില്ല. നിനക്കെതിരായി കരുനീക്കുന്നവൻ നിനക്കൊന്ന് തൊടാൻ പോലും കഴിയാത്തത്ര ഔന്നത്യങ്ങളിലായിരിക്കാം. ചിലർ വിചാരിക്കും ഐ ആം അൺഅസൈലബിൾ, ഐ ആം ഇൻവിൻസിബിൾ, ഞാൻ അജയ്യനാണ്, എന്നെ തൊടാൻ ആർക്കും പറ്റിയേല എന്ന ചിന്തയോടെ ജീവിക്കും. പക്ഷേ പരിശുദ്ധ കന്യാസ്ത്രീ മറിയം പറഞ്ഞു തരുന്നു, ശക്തരെ, അഹങ്കാരികളെ, നിങ്ങളെ തകിടം മറിക്കാനാണ് ദൈവം വരുന്നത് എന്ന സത്യമോർക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരുടെയും അഹന്ത കണ്ട്, ആരുടെയും ധാർഷ്ട്യം കണ്ട്, ആരുടെയും കലഹിക്കുന്ന സ്വഭാവങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്. മറിച്ച് ദൈവത്തിൽ ശരണപ്പെടുന്നവൻ മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ പ്രാപിക്കും. കാരണം എന്താണ്? അഹങ്കാരികളെ ദൈവം സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു കളഞ്ഞു. പരിശുദ്ധ അമ്മ വീണ്ടും എളിമയുടെ കീർത്തനമാണ്. അഹങ്കരിച്ചവരെ ദൈവം ചിതറിച്ചു കളഞ്ഞു. വലിയ ജ്ഞാനിയാന്നും പറഞ്ഞ് ഒരു പ്രവാചകൻ പഴയ നിയമത്തിലുണ്ടായിരുന്നു. സംഖ്യയുടെ പുസ്തകം 23, 24, 25 അധ്യായങ്ങളിൽ ഈ പ്രവാചകന്റെ പേരുണ്ട്. മൊവാബുകാരനൊരു പ്രവാചകൻ. എന്താ പുള്ളിയുടെ പേര്? ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ഈ പ്രവാചകൻ അയാൾ നല്ലൊരു പ്രവാചകനായിരുന്നു. പക്ഷെ രാജാവ് ഇഷ്ടം പോലെ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വ്യാജപ്രവചനം നടത്താൻ വേണ്ടി പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? ഇയാളുടെ കഴുത മുമ്പോട്ട് പോവുകയാണ്. ഇയാൾ അതിനെ ഇടിച്ചു. ഉടനെ കഴുത എഴുന്നേറ്റ് പയ്യെ ഇച്ചിരി കൂടെ മുമ്പോട്ട് നടക്കും, പിന്നെ നിൽക്കും. ഉടനെ അതിനെ പിന്നെ അടിക്കും. ഉടനെ ഈ കഴുത മതിലിനോട് പോയി ചേർന്ന് ഇയാളുടെ കാല് മതിലേൽ ഒരഞ്ഞ് തൊലി പോയി.
ഇയാൾക്ക് ദേഷ്യം കയറിയിട്ട് കഴുതയെ എടുത്തിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യും. കഴുതയ്ക്ക് അന്നേരം സംസാര ശക്തി കൊടുത്തത് അല്ലേ. കഴുത എന്ന് പറഞ്ഞാൽ തീരെ ഡിമാൻഡില്ലാത്തൊരു ജീവി, ബുദ്ധി തൊട്ട് തേച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയത്തില്ല കഴുതയ്ക്ക് ബുദ്ധി ഉണ്ടോ എന്ന്. മണ്ടേ ചെന്നാലേ അറിയത്തുള്ളൂ ആർക്കായിരുന്നു ബുദ്ധി, കഴുതയ്ക്കായിരുന്നോ നമുക്കായിരുന്നോ ബുദ്ധി എന്നുള്ളത് മോളിൽ ചെല്ലും പറയും. ഏതാണേലും ഈ കഴുത മിണ്ടി. കഴുത പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ നേരത്ത് കുതിര കയറാൻ വേണ്ടി വരുന്നത്? നീ നോക്ക്, ഞാൻ എൻ്റെ മുമ്പിൽ എങ്ങനെയാ പോവുക? ദൈവത്തിൻ്റെ ദൂതൻ, സംഹാരദൂതൻ വാളുമായിട്ട് നിൽക്കുക. ഞാൻ എങ്ങോട്ട് പോകാനാ? പോയാ നിന്റെ കഴുത്തവൻ കണ്ടിക്കും. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകാതിരുന്നത്. നോക്കിക്കേ, മറ്റുള്ളവർ നമ്മളുടെ വഴി തടയുകയും എതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താണ് നമ്മൾ വിചാരിക്കും, അവരെ തൊഴിക്കുകയും ചീത്ത വിളിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്താണ് നമ്മൾ ജീവിക്കുക. ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ മറക്കുന്നു അല്ലേ. കഴുത പോലും മൊവാബിലെ ഏറ്റവും ബുദ്ധിമാനായ പ്രവാചകനേക്കാളും ബുദ്ധി ആർക്കുണ്ടെന്ന് ദൈവം പറഞ്ഞേ? ആ കഴുതയ്ക്കുണ്ട് അല്ലേ. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം തകർത്ത് കളയുന്ന, നിസാരവൽക്കരിക്കുന്നതിൻ്റെ കഥ പറഞ്ഞ് വീണ്ടും പരിശുദ്ധ അമ്മ പറയുകയാണ്, അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. വിശക്കുന്നവര്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഈ കീർത്തനം എന്ന് പറയുന്നത് അത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ മാത്രമല്ല, അതൊരു സമൂഹത്തിൽ വരുത്തേണ്ട മുഴുവൻ മാറ്റങ്ങളെ കുറിച്ചുകൂടി അമ്മ പറഞ്ഞു തരിക. വിശക്കുന്നവര്, പണ്ട് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞ കാലത്ത് അവർക്ക് വിശന്നപ്പോൾ അവർക്ക് ദൈവം എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. മന്ന കിട്ടിയപ്പോൾ ഇവർ ഈ പൊടി തിരുമ്മി നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്നാന്ന് ചേട്ടന്മാരും ചേട്ടത്തിമാരും ചോദിച്ച് അതിൻ്റെ പേര് തന്നെ അങ്ങനെയായി. ഇതെന്നാന്നായി അതിൻ്റെ പേര്. ബൈബിളിൽ മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്നാന്നാ, ഇതെന്നാ അങ്ങനെയാണ്. ഏതാണേലും ഇങ്ങനെ മന്ന എന്ന് പറഞ്ഞ് ആ സാധനത്തിന്റെ പേര് തന്നെ അങ്ങനെയായി, മന്ന. ഈ മന്ന തിന്ന് ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഈ ചേട്ടന്മാര് വഴക്കുണ്ടാക്കി മോശയോട്. ഈ ഉണക്കലരി പലഹാരം തിന്ന് ഞങ്ങൾ മടുത്തു, കുറെ ഇറച്ചി കിട്ടണം ഞങ്ങൾക്ക്. മോശ ഇറച്ചി കിട്ടിയില്ല, നിന്നെ തിന്നും എന്നാണ് മോശയോട് പറഞ്ഞത്. മോശ പേടിച്ച് മല കയറിപ്പോയി. ഉടയതമ്പുരാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദൈവമേ, പറഞ്ഞത് ഇസ്രായേൽക്കാരെ തിന്നൂന്ന് പറഞ്ഞ് തിന്നു നിങ്ങൾ. നീ ഇറച്ചി കൊടുക്കുന്നവരെ ഞാൻ മലയിൽ നിന്ന് ഇറങ്ങിയാൽ. മോശ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. ദൈവം പറഞ്ഞു, കൊടുക്കും ഞാൻ. തിന്നവന്റെ മൂക്കിക്കട പുറത്ത് വരുന്നവരെയും ഞാൻ ഇറച്ചി കൊടുക്കാൻ പോവുക അല്ലേ. അതാണ് മറിയം പറയുക, ദൈവവരെ വിശക്കുന്നവരെ വെറുതെ മന്ന മാത്രമല്ല കൊടുത്ത് വിശിഷ്ട വിഭവം കൊടുക്കാൻ പോവുക. കാട പക്ഷീനെ അയച്ചു കൊടുത്തു. ഒരു കാട ഒരു 300 ഗ്രാമെങ്കിലും തൂക്കമുണ്ട് ഇല്ലയോ കാട. ഈ കാടയെ കിട്ടി. 6 ലക്ഷം യഹൂദര ഉണ്ടായിരുന്നത് ഇസ്രായേൽക്കാര്, ദൈവം 6 ലക്ഷം കാടയെ വിട്ടുകൊടുത്തു. പക്ഷേ ഈ ഇസ്രായേൽക്കാരെന്നാ ഇതെന്ന് ചോദിച്ചാൽ ചില ചേട്ടന്മാര് ചേട്ടത്തിമാരുടെ വീതവും കൂടെ പിടിച്ചു തിന്നു. തകൃതിയുള്ള ചേട്ടന്മാര് 30 കാടയെ വരെ അകത്താക്കി. അപ്പൊ എന്ത് പറ്റി? ടേസ്റ്റ് ഓർത്തങ്ങ് തിന്ന് കാട വന്ന് വീഴുന്നു, കഴുത്തൊടിക്കുന്നു, തൊലിയുരിയുന്നു, എണ്ണയ്ക്കകത്തേക്ക് മുക്കുന്നു, ചൂടോടെ തിന്നുന്നു. ഇതാണ് ചേട്ടന്മാരങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. രുചി പിടിച്ച് ഇങ്ങനെ തിന്നു. 30 കാട അകത്താക്കി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 10 കിലോ ഇറച്ചി അകത്തി തന്നു ഇല്ലയോ. എന്ത് പറ്റിയേ? പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നിന്ന ചേട്ടൻ കുറെ കഴിഞ്ഞപ്പോൾ ഇരുന്ന ചേട്ടൻ കുറെ കഴിഞ്ഞപ്പം കിടന്ന ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പം കാറ്റ് പോയി, മരിച്ചു. 20,000-ഓളം പേര് മരിച്ചെന്നാ പറയും. ഭക്ഷ്യവിഷബാധയൊന്നുമല്ല, അമിത ഭക്ഷണം കൊണ്ട് മരിച്ചതാണ് അല്ലേ. മോശ അവര് മരിച്ച ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, കിബ്രോത്ത് ഹത്താവ എന്ന് പറഞ്ഞാൽ എന്താന്നോ? ആർത്തിയുടെ താഴ്വര. ചില ചേട്ടന്മാരുടെയൊക്കെ വീടിന് പേരിടാൻ പറ്റിയ ഒരു വാക്കാണ് കിബ്രോത്ത് ഹത്താവ എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തിയുടെ താഴ്വര അല്ലേ. ചേട്ടത്തിമാർക്കും ഇടാവുന്ന പേരാണ്, ചേട്ടന് മാത്രമല്ല. അതായത്
ഈ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. അതേസമയം സമ്പന്നരെ ദൈവം വെറും കൈയായി വിട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവത്തെയാണ്. ആവശ്യത്തിൽ കൂടുതൽ എടുക്കുകയും അപരൻ്റേത് കൈവശം വയ്ക്കുകയും അപരനെ കുറിച്ച് കരുതലില്ലാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ, അല്ലയോ മനുഷ്യ, നിന്റെ ജീവിതം നീ പാഴാക്കി കളയുന്നു എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാതാവിൻ്റെ ഈ സ്തോത്രഗീതം, ഇതിലെ ഓരോ വാക്യങ്ങളും ഇനിയും അർത്ഥപൂർണ്ണമാണ്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇനിയും മറ്റു വാക്യങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ഓരോ വാക്യങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു അർത്ഥപ്രപഞ്ചം തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്, അല്ലേ? മുഴുവൻ ബൈബിളിൻ്റെയും സമാഹാരമാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഈ ഓരോ വാക്യവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്തോത്രഗീതത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ, ആ സ്തോത്രഗീതത്തിൻ്റെ ദിവ്യമായ മാനങ്ങളിലേക്ക് വളരാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ തന്നെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മയെപ്പോലെ ദൈവത്തിൽ ആനന്ദിച്ചാൽ, എളിമയിൽ ജീവിച്ചാൽ, അഹങ്കാരത്തെ ജീവിതത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തിയാൽ, അമ്മയെപ്പോലെ ദൈവം തരുന്നതിൽ സന്തോഷിച്ച് അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും? സ്വർഗം. ആത്മശരീരങ്ങളോട് സ്വർഗത്തിലെത്തിയ പരിശുദ്ധ അമ്മയെ പോലെ, അല്ലയോ വിശ്വാസി, നീയും സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തണമെന്ന് ചുമ്മാ മോഹിച്ചാൽ പോരാ. അമ്മ കാണിച്ചു തന്ന ഈ ഒരു ജീവിത ശൈലിയുടെ ദിവ്യമായ മാനങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.